വാഹനപ്രേമികൾ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന വാഹനമാണ് മഹീന്ദ്ര താർ. വിപണിയിൽ വലിയൊരു കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തു. ഒക്ടോബർ 2-ന് ബുക്കിംഗ് തുടങ്ങാനിരിക്കെ ലീക്കായ പ്രൈസ് പലതും ഇന്റർനെറ്റിൽ കറങ്ങുന്നുണ്ട്. താറിന്റെ വില എന്തായാലും ആദ്യമിറങ്ങുന്ന താറിന്റെ വില 1,11,00,000 രൂപ. ഇതെന്താണ് സംഭവമെന്നല്ലേ? ആ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ മോട്ടോർവേൾഡിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. മഹീന്ദ്ര താറിൻ്റെ ബുക്കിംഗ് ഒക്ടോബർ 2-ന് തുടങ്ങാൻ ഒരു കാരണമുണ്ട്. മഹീന്ദ്ര എന്ന കമ്പനി തുടങ്ങിയിട്ട് ഒക്ടോബർ 2, 2020-ന് 75 വർഷം തികയുകയാണ്. ഈ ദിവസം അനശ്വരമാക്കാൻ തങ്ങളുടെ പുതിയ താറിൻ്റെ ഒന്നാമത്തെ വാഹനം അവർ ലേലത്തിന് വെച്ചു. ലേലത്തിൽ എത്ര തുകയാണോ വരുന്നത് അത്രയും തന്നെ തുക മഹീന്ദ്രയും സംഭാവന ചെയ്ത് നാന്ദി ഫൗണ്ടേഷൻ, സ്വദേശ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ PM കെയർസ് ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. അതിൻ പ്രകാരം കഴിഞ്ഞ ആഴ്ച നടന്നു വന്ന ഓൺലൈൻ ലേലത്തിൽ ന്യൂഡൽഹിയിൽ നിന്നുള്ള ആകാശ് മിന്ദ 1,11,00,000 രൂപയ്ക്ക് ആദ്യത്തെ മഹീന്ദ്ര താർ സ്വന്തമാക്കി. അത്രയും തന്നെ തുക അതിനോട് ചേർത്ത്, അതായത് 2,20,00,000 രൂപ ലേലത്തിൽ വിജയിച്ച ആൾ തിരഞ്ഞെടുക്കുന്ന മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യും. ഈ ഒന്നാമത്തെ താറിന് 3 പ്രത്യേകതകളാണുള്ളത്. 1, ഓണറിന്റെ പേര് ബാഡ്ജ് ചെയ്തിരിക്കും. 2, ഒന്നാമത്തെ വാഹനമാണ് ഇത് എന്ന് ബാഡ്ജ് ചെയ്തിരിക്കും. 3, ലെതർ സീറ്റുകൾ ഉണ്ടായിരിക്കും. ഈ ഒരൊറ്റ പരിപാടി കൊണ്ട് മഹീന്ദ്രയ്ക്ക് കിട്ടിയ മൈലേജ് കുറച്ചൊന്നുമല്ല. 5000-ലധികം ആളുകൾ പങ്കെടുത്ത ലേലം ഇതിനോടകം തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിൽ ശ്രദ്ധയായി കഴിഞ്ഞിരിക്കുന്നു. ഓഗസ്റ്റ് 15-ന് വാഹനം അവതരിപ്പിച്ചതിന് ശേഷം മാർക്കറ്റിൽ ഒരു ഓളം സൃഷ്ടിക്കാൻ ഈ ഓൺലൈൻ ലേലത്തിന് കഴിഞ്ഞു. കൂടുതൽ മാധ്യമ ശ്രദ്ധ ലഭിച്ചു. അതെന്തായാലും വാഹനത്തിൻ്റെ സെയിൽസിനെ പോസിറ്റീവായി തന്നെ സഹായിക്കും എന്ന് മഹീന്ദ്ര കണക്കുകൂട്ടുന്നു. വാഹനത്തിൻ്റെ യഥാർത്ഥ വില വരും ദിവസങ്ങളിൽ അറിയാം. ഒക്ടോബർ 2-ന് വാഹനം ബുക്ക് ചെയ്യാം. ഞങ്ങൾ മറ്റൊരു വാഹന വിശേഷവുമായി വീണ്ടും എത്താം. അതുവരെ തൽക്കാലം വിട. നന്ദി, നമസ്കാരം.